നമസ്കാരം. മീഡിയ ടു പ്രേക്ഷകർക്ക് പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പൊന്നോണം വരവായി നമ്മോടൊപ്പം ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ചേർന്നിരിക്കുന്നത് പ്രശസ്ത ഗായികയാണ്, വളർന്നു വരുന്ന ഗായിക. നമുക്ക് പരിചയപ്പെടാം. തീർത്ഥയെ. സ്വാഗതം തീർത്ഥ. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ തീർത്ഥ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്, പ്രത്യേകിച്ചും ഭക്തി ഗാനങ്ങൾ. അതെ. ഓക്കെ, എന്തോരം പാട്ടുകളാണ് പാടിയിട്ടുള്ളത്? ഞാൻ ഭക്തിഗാനം 40ഓളം പാടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതില് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളൊരു സോങ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, ഭക്തിഗാനം തന്നെ ആകട്ടെ. അതെ, പാടിക്കോളൂ. എൻ്റെ അമ്മ എഴുതിയ വരികൾക്ക് ഞാൻ പാടിയതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കേൾക്കാം. ശരി, ആയിക്കോട്ടെ. ആദിപരാശക്തി അംബികേ വാണിയ മംഗലത്തു ദേവിനി, ആദിപരാശക്തി അംബികേ വാണിയ മംഗലത്തു ദേവിനി, അടിയന്റെ ദുഃഖങ്ങളെല്ലാം അകറ്റിടും ആനന്ദരൂപിണി കരുണാമയി, ആദിപരാശക്തി അംബികേ വാണിയ മംഗലത്തു ദേവിനി, അടിയന്റെ ദുഃഖങ്ങളെല്ലാം അകറ്റിടും ആനന്ദരൂപിണി കരുണാമയി. മനോഹരം. തുടക്കം തന്നെ നല്ലൊരു ഭക്തിഗാനത്തിൽ തുടങ്ങിക്കുക. അമ്മ അപ്പൊ പാട്ടൊക്കെ എഴുതാറുണ്ടോ? അമ്മ അങ്ങനെ എഴുതാറില്ല. അമ്മ അങ്ങനെ ഇരുന്നപ്പോ ഒന്ന് എഴുതണമെന്ന് തോന്നി, അങ്ങനെ അമ്മ എഴുതിയതാണ്. അപ്പൊ അത് നല്ല ഇതായിട്ട് തോന്നി, അപ്പൊ അങ്ങനെ മ്യൂസിക് ചെയ്തു. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം അമ്മ ഫസ്റ്റ് ആയിട്ട് ഒന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോ അങ്ങനെ ഇങ്ങനെ നമുക്ക് എഴുതണമെന്ന് തോന്നിയപ്പോ എഴുതട്ടെ ഇങ്ങനെയൊക്കെ ആലോചിച്ചപ്പോ അമ്മ ഇങ്ങനെ ഒരു രാത്രി ഇങ്ങനെ ഇരുന്ന് എഴുതി. അപ്പൊ ഇത് ഞാൻ കാണുന്നില്ല. അപ്പൊ രാവിലെ അമ്മ പറഞ്ഞു ഇങ്ങനെ ഞാൻ വരികൾ എഴുതി, നീ ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോ കൊള്ളാം. അപ്പൊ അങ്ങനെ അത് മ്യൂസിക് ഡയറക്ടർ ശിവൻ ഭാവന എന്ന് പറയും. അപ്പം അദ്ദേഹത്തിന്റെ നമ്മൾ എന്റെ മ്യൂസിക് ഒക്കെ ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ കൊടുത്ത് അങ്ങനെ ഒരു മ്യൂസിക് ഇട്ടു. പാട്ടൊക്കെ ആയി വന്നപ്പോ നല്ല രസമുണ്ട്. പാടി, ഞാൻ തന്നെ പാടി. ഒരു പൂജപ്പുരൊരു ക്ഷേത്രമുണ്ട്, അപ്പം അവിടെ സമർപ്പണം ചെയ്തു. അവിടത്തെ ദേവിയെ കുറിച്ചാണ് പാടിയിരിക്കുന്നത്. അപ്പൊ ഇതാണോ നമ്മുടെ തീർത്ഥക്കുട്ടി ആദ്യമായിട്ട് പാടിയ പാട്ട്? ആദ്യമായിട്ട് പാടിയതല്ല. ആദ്യമായിട്ട് പാടിയത് ഒരു ഫസ്റ്റ് ആൽബം എന്ന് പറയുന്ന ഓണമായി പൊന്നോണമായി, ആ ആൽബമാണ്. അപ്പം അതാണ് ഫസ്റ്റത്തെ എൻ്റെ ആൽബം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ ഫസ്റ്റ് ആയിട്ട് തുടക്കം കുറിക്കുന്നത് ശിവന്റെ ഒരു സോങ് ആണ്. അപ്പൊ നമുക്ക് കേട്ടാലോ? ഒരു 2 ലൈൻ. ശ്രീ മഹാദേവാ കാരുണ്യ സിന്ധോ ചിരത്തലയിൽ വാഴും സൗഭാഗ്യ ശംഭോ, ശ്രീ മഹാദേവാ കാരുണ്യ സിന്ധോ ചിരത്തലയിൽ വാഴും സൗഭാഗ്യ ശംഭോ, നാടിനും ലോകർക്കും ഐശ്വര്യമേകുന്ന പുണ്യവാനാകുമെൻ ശ്രീ മഹാദേവൻ, മനം നൊന്തു കേഴുകിൽ ചാരത്തണഞ്ഞെന്നും ആശ്വാസമേകുന്ന കൈലാസനാഥൻ, ശ്രീ മഹാദേവാ കാരുണ്യ സിന്ധു ചിരത്തലയിൽ വാഴും സൗഭാഗ്യ ശംഭോ. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ മാറിയിട്ടുണ്ട്, ഭക്തിമയമായിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ തീർത്ഥ, എത്ര കാലം കൊണ്ടാ പാട്ട് പഠിക്കുന്നേ? പാട്ട് പഠിച്ചിട്ടുണ്ടോ? അതെ, പഠിച്ചിട്ടുണ്ട്. ഞാൻ 4 വയസ്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്, ചെറിയ പ്രായത്തിൽ. അതെ. അപ്പോൾ ഫസ്റ്റ് സരിഗമയിലായിരുന്നു, MG ശ്രീകുമാർ സാറിന്റെ അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കോവിഡ് ഒക്കെ ആയപ്പോ ബ്രേക്ക് ആയി. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തു. പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അത് രാജലക്ഷ്മി, നമ്മുടെ സിംഗർ മാമിന്റെ സ്റ്റുഡന്റ് ആണോ? അതെ അതെ. എങ്ങനെയുണ്ടായിരുന്നു രണ്ടിടത്തും പഠിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ്? അതായത് എനിക്ക് ഓൺലൈൻ വഴിയാണ് ടീച്ചർ എടുക്കുന്നത്. നല്ല സപ്പോർട്ടാണ് ടീച്ചർ, നല്ല സപ്പോർട്ടാണ്. നന്നായിട്ട് എന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ കോവിഡ് സമയത്ത് ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു? ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്? കുറെയൊക്കെ ഇല്ല. അപ്പോ ശരിക്കും ചെറുതിലേ മുതൽ പഠിക്കുന്നു എന്ന് പറഞ്ഞു.
അമ്മയാണോ ഇതിൽ കൂടുതൽ ഇൻവോൾവ്, അപ്പയാണോ, മീൻസ് അച്ഛനാണോ? രണ്ടുപേരും ഒരുപോലെ സപ്പോർട്ടാണോ? രണ്ടുപേരും പാട്ടിൽ ഒരുപോലെ സപ്പോർട്ടാണ്. പക്ഷെ പഠിപ്പിക്കാനൊക്കെ അമ്മയാണ് കൂടെ നിൽക്കാറ്. ഓക്കെ. അമ്മയാണ് പഠിപ്പിച്ചൊക്കെ തരുന്നത്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരണമെങ്കിൽ അമ്മ ശരിയാക്കി തരും. ഓക്കെ. അമ്മ പാട്ട് പാടാറുണ്ടോ? അമ്മ പാട്ട് പാടാറുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് തുടക്കം തുടങ്ങിയത്. ഓക്കെ. അപ്പൊ ഇതിനു മുൻപ് സരിഗമ MG സാറിന്റെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒത്തിരിയും വർഷം അവിടെ തന്നെയാണോ പഠിച്ചത്? ഇല്ല അങ്ങനെയില്ല. അതിന്റെ ഇടയിൽ ഇതേപോലെ ബ്രേക്ക് ആയി. അങ്ങനെ പിന്നെ നിർത്തി. പിന്നെ കോവിഡായി. അങ്ങനെയൊക്കെ ആയപ്പോ പിന്നെ അങ്ങനെ നിർത്തി. പിന്നെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. പ്രേക്ഷകരോട് ഒരു കാര്യം പറയണം കേട്ടോ. നമ്മുടെ തീർത്ഥക്കുട്ടി സ്റ്റുഡന്റ് ആണ്, +2 സ്റ്റുഡന്റ് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കേട്ടാലോ? പറയൂ. ഞാന് +2 ആണ് പഠിക്കുന്നത്. ഞാൻ സ്കൂൾ എന്ന് പറയുമ്പോൾ സ്കോൾക്ക് അല്ല, അത് പ്രൈവറ്റ് ആയിട്ടാണ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ്. എനിക്ക് സ്കൂളിൽ പോകണ്ട. എക്സാമിന് ലാസ്റ്റ് ഇയർലി എക്സാമിന് പോയാൽ മതി. അടിപൊളിയാണല്ലോ. അപ്പൊ പരീക്ഷയുടെ പരിപാടികളൊന്നും ഇല്ല. രക്ഷപ്പെട്ടു. അത് കൊള്ളാം. അപ്പൊ നമ്മുടെ സിലബസ് നമ്മൾ ഫോളോ ചെയ്തിട്ട് ഫൈനൽ എക്സാം എഴുതിയാൽ മതി. ട്യൂഷന് പോയി. പിന്നെ അവര് ഇടയ്ക്കിടയ്ക്ക് ശനിയൊക്കെ സൺഡേ വീക്കെൻഡ്സിൽ വെക്കാം. ഓ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ് ഉണ്ട്. പക്ഷെ നമ്മൾ സ്കൂളിൽ പോകുന്ന കണക്ക് ഡേ സ്കോളേഴ്സ് അല്ല. ഓക്കെ. അപ്പൊ എന്തുകൊണ്ടാ ഇങ്ങനെ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തത്? അത് എനിക്ക് കറക്റ്റ് ആയിട്ട് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. പൊതുവിൽ എല്ലാരും അത് എടുക്കാറില്ലല്ലോ. എല്ലാരും സ്കൂളിൽ പോകണം എന്നുള്ള ഒരു 10th വരെ ഞാന് പൂജപ്പുര സിനിമ മെമ്മോറിയൽ സ്കൂളിലായിരുന്നു പഠിച്ചത്. അതെ. അപ്പം അത് കഴിഞ്ഞ് എനിക്ക് ഈ ആൽബം ഒക്കെ വന്നപ്പോ എനിക്ക് ഡെയിലി സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് അറ്റൻഡൻസ് പ്രശ്നമാകുന്നുണ്ടല്ലേ, ഡിസ്റ്റന്റ് ആക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇപ്പം എന്താ പറയാ, സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ട്? സ്റ്റേജ് ഷോ അങ്ങനെയില്ല. ആൽബത്തില് ഞാൻ പാടുന്നുണ്ട്. പിന്നെ കൂടുതൽ ഞാൻ പറഞ്ഞില്ല ഭക്തി ഗാനങ്ങളാണ്. ഭക്തിയാണ് മെയിൻ. പിന്നെ ഇപ്പൊ ഒരു ആൽബം ഓണത്തിന്റെ വന്നിട്ടുണ്ട്. അതിന് ഞാനൊരു വിശേഷം അറിഞ്ഞായിരുന്നു. അത് നമുക്ക് എന്താന്ന് ചോദിച്ചു നോക്കിയാലോ? ഇദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതെന്താണ്? അത് 20 കൊറേ എനിക്കറിയാട്ടോ. 2024, അതായത് കഴിഞ്ഞ വർഷം എനിക്ക് സൗത്ത് ഇന്ത്യൻ സിനിമ ടെലിവിഷൻ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ഇപ്പോ 2025 മികച്ച ഗായികക്കുള്ള അവാർഡായിരുന്നു കേട്ടോ അത്. പിന്നെ ഇപ്പൊ എനിക്ക് നമ്മുടെ 2025 സ്റ്റേറ്റിന്റെ സമം എന്ന് പറയുന്ന അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും ഗായികക്കുള്ള അവാർഡായിരുന്നു. അപ്പോ അവാർഡ് കിട്ടാൻ, നല്ല പാട്ട് പാടിയിട്ട് മികച്ച ഗായിക എന്നുള്ള ഒരു ടൈറ്റിലാണ് അവാർഡ് കിട്ടിയത്. പാട്ട് നമുക്ക് കേട്ട് നോക്കണ്ടേ? അതെ, അത് എനിക്ക് കിട്ടിയത് ഓണത്തിന്റെ, ഞാൻ പറഞ്ഞില്ലേ ഓണമായി പൊന്നോണമായി, അതിന്റെ ഫസ്റ്റ് ആൽബമാണ്. അതിന്റെ ഒരു സോങ്ങിനാണ് കിട്ടിയത്. അപ്പൊ നമുക്കതൊന്ന് കേട്ട് നോക്കിയാലോ? ഓണവില്ലിൻ ഞാടുലിൽ ശ്രുതി മീട്ടി പാടു നീ പൈങ്കിളി. ഓണവില്ലിൻ ഞാടുലിൽ ശ്രുതി മീട്ടി പാടു നീ പൈങ്കിളി. നല്ലോണപ്പാട്ടിന്റെ താളത്തിൽ ചാഞ്ചാട് കതിരോലത്തുമ്പിന്മേലൂയലാട്. നല്ലോണപ്പാട്ടിന്റെ താളത്തിൽ ചാഞ്ചാട് കതിരോലത്തുമ്പിന്മേലൂയലാട്. കതിരോലത്തുമ്പിന്മേലൂയലാട്. ഓണവില്ലിൻ ഞാടുലിൽ ശ്രുതി മീട്ടി പാടു നീ പൈങ്കിളി. ഇപ്പോഴാണ് ഓണത്തിന്റെ വൈബ് വന്നത് കേട്ടോ. ഈ ആൽബം സോങ്സ് ഒക്കെ പാടുന്ന സമയത്തെ നമ്മുടെ പ്രശസ്തരായ ഗായകരുടെ കൂടെ ഒക്കെ പാട്ട് പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. സോ ആരൊക്കെയായിരുന്നു? ഒന്ന് മധു ബാലകൃഷ്ണൻ സാറും പിന്നെ സിത്താര കൃഷ്ണകുമാർ സിത്താര മാമിന്റെ കൂടെയാണ് പാടിയത്. എങ്ങനെ കോംബോ ആയിരുന്നു അതോ സാറിന്റെ കൂടെ ഒരു പാട്ട് സിത്താര മാമിന്റെ കൂടെ ഒരു പാട്ട്? രണ്ടുപേർക്കും ഡിവോഷണൽ ആൽബം സോങ് ആയിരുന്നു. അതെ, ആൽബം സോങ് ആണ്. ഡുവറ്റ് ആയിട്ടാണ് പാടിയത്. അടിപൊളി. ഡുവറ്റ് ആയിട്ട്. അതെവിടെ വെച്ചിട്ടായിരുന്നു? അത് ഒരെണ്ണം വന്നിട്ട് എറണാകുളത്തായിരുന്നു. സാറിന്റെ കൂടെ ഉള്ളതായിരുന്നു. എന്തായിരുന്നു എക്സ്പീരിയൻസ് സാറിന്റെ കൂടെ പാടാൻ? ഫസ്റ്റത്തെ ഒരു ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ ഒരുമാതിരി ഒരു വീഡിയോ ഉണ്ട്. ഓക്കെ. അപ്പൊ
നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിംഗറാണ് മധു ബാലകൃഷ്ണൻ. നല്ല സരളമായിട്ട് പാട്ടുകൾ പാടും, നല്ല സ്നേഹമാണ്. ഓക്കെ. ഇപ്പോഴും അത് വന്നിട്ട് സാർ എന്താ പറഞ്ഞ പാട്ടൊക്കെ പാടി റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് അത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഇംപ്രഷൻ ഉണ്ടാവുമല്ലോ, സാർ എന്താ പറഞ്ഞത്? സാറ് പറഞ്ഞു നന്നായിട്ട് പാടുന്നുണ്ട്, അങ്ങനെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തായിരുന്നു. അപ്പൊ സിത്താര മാമിന്റെ കൂടെയോ? സിത്താര മാമിന്റെ കൂടെ എനിക്ക് അത് സിത്താര മാമിന്റെ കൂടെ ഞാന് പാടാൻ വേണ്ടിയിട്ട് പോയില്ല. അപ്പോ അന്ന് ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ആൽബം പാടുകയും അതിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗായിക മാത്രമല്ല കേട്ടോ, ആർട്ടിസ്റ്റും കൂടിയാണ്. അത് വിട്ടുപോയിട്ടായിട്ടില്ല. സോ അതില് എന്താ പറയാ, നിങ്ങൾ അഭിനയിക്കുന്നുണ്ടായിരുന്നു? മാം ഉണ്ടായിരുന്നോ? ഇല്ല, മാം ഇല്ല. അതായത് പാട്ട് പാടുന്നതായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു, ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കണ്ടത്. ഓക്കെ. പിന്നെ സിത്താര മാം അതേപോലെ നല്ല സ്നേഹമാണ്. ഓക്കെ. കണ്ട് സംസാരിക്കാനായിട്ട് ടൈം കിട്ടിയില്ല. സിത്താര മാം എവിടെ അത്യാവശ്യമായിട്ട് പോവാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പാട്ടൊക്കെ പാടി പുതിയ പാട്ട് വിശേഷങ്ങൾ എന്താ? അപ്പൊ ഇതെല്ലാം പഴയതാണ്, ഇച്ചിരി പഴയതായി. അപ്പൊ പുതിയ പാട്ട് വിശേഷങ്ങൾ? ഓണത്തിന് ഒരു പാട്ട് ഇപ്പം ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോ അത് നമ്മുടെ ഓണത്തിന് റിലീസ് ആകുന്നുണ്ട്. അപ്പൊ ആ ഒരു പാട്ടിന്റെ അതിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. റിലീസ് ആകുന്നത് വരെ സസ്പെൻസ് ആണ്. നമ്മുടെ തീർത്ഥക്കുട്ടി ഗായികയാണെന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്റർവ്യൂ തുടങ്ങിയത്. ഇടയിലെത്തിയപ്പം ആർട്ടിസ്റ്റായി. അപ്പൊ ഈ ആർട്ടിസ്റ്റും ഗായികയും അല്ലാതെ വേറെ എന്തൊക്കെയാ എക്സ്ട്രാ കരിക്കുലം? ഞാന് ഡാൻസ് പഠിക്കുന്നുണ്ട്, അതുപോലെ യോഗയുണ്ട്, പിന്നെ വീട്ടിലിരിക്കുമ്പോ ആർട്ട് വർക്ക് ഒക്കെ ഉണ്ട്, ബോട്ടിൽ ആർട്ട്. അങ്ങനെയൊക്കെ. അപ്പം സകല കല വല്ലഭയുടെ ഒരു കാറ്റഗറിയിലേക്കാണ് തീർത്ഥം മാറിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഇഷ്ടം ഏതാ? പാട്ട് തന്നെയാണോ? എല്ലാം ഒരുപോലെ കൊണ്ടുപോകുന്നുണ്ടോ? ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ പാട്ട് തന്നെയാണ്. പാട്ട് തന്നെയാണ്. പിന്നെ അതിന്റെ സൈഡിൽ കൂടെ ബോറടിക്കരുത്, നമ്മുടെ ഫോക്കസ് ഒന്നും മാറിയിട്ടിരിക്കുന്നു. ഓക്കെ. അപ്പൊ അതൊക്കെ പോട്ടെ. എന്നിട്ട് ആർട്ട് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. നമുക്ക് കാണാം, ഓരോന്നായിട്ട് കാണാം കേട്ടോ തീർത്ഥക്കുട്ടിയുടെ വർക്ക്. എത്ര ടൈം എടുക്കും ഒരു ബോട്ടിലൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്? ഒരു ദിവസം എടുക്കും, കാരണം ഇത് ഉണങ്ങിയൊക്കെ വരാനും ടൈം എടുക്കും. എങ്ങനെയാ അതിലേക്കൊരു താല്പര്യം വന്നത്? അങ്ങനെ ചോദിച്ചാ വീട്ടില് വെറുതെ ഇല്ലായിരിക്കും, പരിപാടിയൊന്നും ഇല്ല. ഞാൻ സ്കൂളിൽ പോവാത്തോണ്ട് ആനന്ദകരമാക്കാൻ. ഓക്കെ. ഞാനേ ഒരു കാര്യം ചോദിക്കാൻ മറന്നു. നമ്മൾ സംസാരിച്ചോണ്ടിരുന്നപ്പോഴേ ഇവിടെ ഒരു ശബ്ദം കേട്ടു. മൈനയുണ്ടോ ഇവിടെ? ഇല്ല, അത് പാരറ്റ് ആണ്, ഫേവറേറ്റ്. അതെ. ഓ, മിട്ടു എന്നാണോ പേര്? അതെ, മിട്ടു എന്നാ പേര്. എണുങ്ങോ? എണുങ്ങും. ഇത് എവിടുന്നാ? ഇത് ഫാദേഴ്സ് ഡേക്ക് അച്ഛന്റെ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു തന്നതാ. അപ്പൊ തീർത്ഥക്കുട്ടിയുടെ അച്ഛന്റെ സമ്മാനമാണ്. മിട്ടു ഹായ് പറഞ്ഞേ, നമ്മുടെ പ്രേക്ഷകരോടത്തൊക്കെ ഹായ് പറഞ്ഞേ. ഓ, അടിപൊളി. എന്തായാലും ഇത് കൊള്ളാട്ടോ. മിട്ടു വേണ്ട. ഓ, വന്നു. ഇതെന്തായാലും കൊള്ളാട്ടോ, നന്നായിട്ടുണ്ട്. നമുക്ക് മാല, കമ്മൽ ഇതൊക്കെയാണ് ഇഷ്ടം. ഓക്കെ. മിട്ടുകുട്ടി, നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം. സോ ഇപ്പൊ +2 ആയി. +2 എന്താ പഠിക്കുന്നത്? ഞാനിപ്പോ കൊമേഴ്സ് ആണ്. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് അംബിഷൻ എന്താണ്? ആസ്പയറിംഗ് എന്താണ്? എനിക്കൊരു മജിസ്ട്രേറ്റ് ആവണമെന്നാണ് ആഗ്രഹം. പോരട്ടെ, മനസ്സിലുള്ള കാര്യം പോരട്ടെ. അപ്പോ അതിന്റെ കൂടെ തന്നെ മ്യൂസിക്കും പോകണം. അതെ. സോ സൈമൾട്ടേനിയസ് ആയിട്ട് നല്ലൊരു ഗായികയാകണം, അറിയപ്പെടുന്ന ഗായികയായിരിക്കണം. ഇതെല്ലാം നമ്മുടെ തീർത്ഥക്കുട്ടി നന്നായിട്ട് പാട്ട് പാടുന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. അപ്പൊ നമ്മുടെ സ്നേഹവും സപ്പോർട്ടും തീർത്ഥയ്ക്ക് നന്നായിട്ട് വേണം. നമ്മള് എന്താ പറയാ, ആള് നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്. ബൈ ഗോഡ് ഗ്രേസിൽ ഇനിയും നല്ല പ്രോജക്റ്റുകൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സപ്പോർട്ട് നന്നായിട്ട് വേണം. സോ ഇങ്ങനെ സംസാരിച്ചിരുന്നാ മതിയോ? പാട്ട് പോരട്ടെ. അടുത്ത പാട്ട് ഏതാ പാടാൻ പോകുന്നേ? അടുത്തത് തീർത്ഥയ്ക്ക് ഇഷ്ടമുള്ള പാട്ട്?
ഓക്കെ. ആൽബം സോങ് തന്നെ ആകട്ടെ. അതെ അതെ, ആൽബംസ് മധു ബാലകൃഷ്ണൻ സാറും ഞാനുമായിട്ട് പാടിയൊരു പാട്ടുണ്ട്. ആ ശരിയാ, നമ്മളത് കേട്ടില്ലായിരുന്നു. അത് ഡുവറ്റ് ആണ്, അപ്പൊ ഞാനത് ഒറ്റയ്ക്ക് പാടാം. ആ ശരി, ആയിക്കോട്ടെ. ചെമ്പട്ടും ചെണ്ടയുമായി ഓണത്താറ് വരുന്നൊരു നേരം തുള്ളാട്ടം തുള്ളണ തുമ്പികളെ. ചെമ്പട്ടും ചെണ്ടയുമായി ഓണത്താറ് വരുന്നൊരു നേരം തുള്ളാട്ടം തുള്ളണ തുമ്പികളെ. മലയാളക്കരയിൽ പൂവിളി ഉയരും നേരം പൊന്നിൻ ചിങ്ങക്കസവും ചൂടി മാവിളി വരവായി. ചെമ്പട്ടും ചെണ്ടയുമായി ഓണത്താറ് വരുന്നൊരു നേരം തുള്ളാട്ടം തുള്ളണ തുമ്പികളെ. പെർഫെക്റ്റ് ഓണം വൈബാട്ടോ അത്. ഓണവിശേഷങ്ങൾ എന്താ പറയാനുള്ളത്? ഓണവിശേഷങ്ങള്, ഓണം അടിച്ചു പൊളിക്കണം. അടിച്ചു പൊളിക്കണം. എന്തെങ്കിലും പ്ലാൻ വെച്ചിട്ടുണ്ടോ? നമ്മള് ഓണം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് തിരുപ്പതി യാത്ര പോകുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ പുതിയ റിലീസ് വരുന്നുണ്ട്. ഓക്കെ. മധു ബാലകൃഷ്ണൻ സാറിന്റെ പാട്ടിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ കേട്ടു, പാട്ടും കേട്ടു. സിതാര മാമിന്റെ പാട്ടിന്റെ വിശേഷങ്ങളൊന്നും കേട്ടില്ലല്ലോ. അതെ, അതായത് നമ്മള് മൂന്നാർ നിക്കായിരുന്നു. മൂന്നാർ നിന്നപ്പോ ഒരു ആൽബം, നമ്മളിങ്ങനെ ആൽബത്തിന്റെ അത് മ്യൂസിക് ഡയറക്ടറാണെന്ന് തോന്നുന്നു. അപ്പൊ ഇങ്ങനെ ആൽബത്തിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പം ആരാണ് പാടുന്നതെന്ന് എനിക്കറിയത്തില്ല, കൂടെ ആരാണ് പാടുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു സിത്താര മാം ആണ് പാടുന്നത്. അടിപൊളി. അപ്പൊ ഞാൻ എക്സൈറ്റഡ് ആയി. അങ്ങനെ പെട്ടെന്ന് വന്നുള്ള ഒരു ഇതായിരുന്നു. അതെ, പെട്ടെന്നായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നമ്മൾ എറണാകുളത്ത് പോകണം. സിത്താര മാം അവിടെയാണ് വന്നത്. അപ്പം അങ്ങനെ എറണാകുളത്ത് പോയി അവിടെ സിത്താര മാമിനെ കണ്ടു, കൂടെ പാടി. അങ്ങനെയുള്ള വളരെ സന്തോഷം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പെട്ടെന്നായിരുന്നു, ആരും പ്രതീക്ഷിച്ചില്ല. അപ്പോ വിശേഷം കേട്ടു, പാട്ടും കേൾക്കാം. ശ്രീഴുമംബികേ മൂകാംബികേ, ശ്രീഴുമംബികേ മൂകാംബികേ, തവ രൂപമെന്നും തൃക്കൺ പാർത്തിടാൻ അനുമതിയേകണേ നാരായണീ. ശ്രീഴുമംബികേ മൂകാംബികേ, തവ രൂപമെന്നും തൃക്കൺ പാർത്തിടാൻ അനുമതിയേകണേ നാരായണീ. അറിവില്ല പൈതലിൻ വേദമായി നീ കുടികൊള്ളുമംബികേ ജഗദീശ്വരി. അറിവില്ല പൈതലിൻ വേദമായി നീ കുടികൊള്ളുമംബികേ ജഗദീശ്വരി. ശ്രീഴുമംബികേ മൂകാംബികേ. നമ്മളവസാനം തുടങ്ങിയിടത്ത് തന്നെ എത്തി. ഭക്തിമയം അത് പോട്ടെ, പാട്ടായി, അഭിനയമായി. അപ്പോ ഇനിയും നല്ല നല്ല സിംഗേഴ്സിന്റെ കൂടെ പാടാൻ സാധിക്കട്ടെ. താങ്ക് യു. അത് പോരാഞ്ഞിട്ട് നമുക്ക് പ്ലേ ബാക്ക് സിംഗറായിട്ട് ഒരുപാട് കാലം നമ്മുടെ മലയാളം അതർ ലാംഗ്വേജിൽ ഒക്കെ പാടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുന്നു. നമ്മുടെ പ്രേക്ഷകരോട് ഓണം എന്താണ് വിഷ് ചെയ്യാനുള്ളത്? ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എൻ്റെ പാട്ട് കേൾക്കണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ കുട്ടി ഗായിക, അതായത് കുട്ടി ഗായിക എന്ന പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാട്, അതായത് ഏകദേശം 40-ലധികം ഭക്തിഗാനങ്ങൾ, 12-ലധികം ആൽബം സോങ്സ് എല്ലാം പാടി അഭിനയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റാണിത്. അപ്പോൾ നമ്മളുടെ മലയാളികളുടെ ഒരു സ്വഭാവത്തിന് നമ്മുടെ കലയെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ്, കലാകാരെ ഒരുപാട് സ്നേഹിക്കുന്നതാണ്. ആ സ്നേഹം നമ്മുടെ തീർത്ഥക്കുട്ടിക്ക് ധാരാളമായിട്ട് കൊടുക്കുക. ഏവർക്കും മീഡിയ ട്രൂവിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി, നമസ്കാരം.